വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിലെ പിറ്റേന്ന് രാവിലെ ആണെങ്കിൽ സത്യഭാമ പിന്നെ ശാലിനിയുടെ മുറിയിലേക്ക് വരുന്നുണ്ട്. അന്നേരം കുട്ടികളാണെങ്കിൽ ഉറക്കം എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. രണ്ടുപേരും ഇങ്ങനെ ചേർന്ന് ഇങ്ങനെ കിടക്കുകയാണ്, ഒരേപോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അന്നേരം കട്ടിലിലേക്ക് ഇരുന്നിട്ട് സത്യഭാമയാണെങ്കിൽ ഈ രണ്ട് കുട്ടികളെ ഇങ്ങനെ ഒരുപോലെ നോക്കുകയാണ്. എന്നിട്ട് രണ്ടുപേരുടെയും തലയിൽ തലോടുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പപ്പിയാണ് കൂടുതൽ ഇങ്ങനെ സ്നേഹത്തോടെ നോക്കുന്നത്. സത്യ നേരത്തെ വിഷ്ണുവിൻ്റെ മകളാണെന്ന് അറിഞ്ഞല്ലോ, അപ്പോൾ ആ ഒരു സ്നേഹമൊക്കെ നേരത്തെ കാണിച്ചു. പക്ഷേ ഇത്രയും നാൾ രോഹിത്തിൻ്റെയും ശ്യാമയുടെയും മകളായിരുന്നിട്ട് ഇപ്പോൾ വിഷ്ണുവിൻ്റെ മകളാണ് തിരിച്ച് അറിഞ്ഞപ്പോൾ കുറച്ചുകൂടി ആ ഒരു സ്നേഹം ഭാമയുടെ ഉള്ളിൽ തോന്നുകയാണ്. എന്നിട്ട് പപ്പിയുടെ കയ്യിലേക്കൊക്കെ പിടിച്ച് മുത്തമൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കണ്ണൊക്കെ നിറഞ്ഞു വരികയാണ്. ഭാമ ഇങ്ങനെ സങ്കടത്തോടെ രണ്ടുപേരെയും നോക്കി കുറേ സമയം ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ ശാലിനി ഇങ്ങനെ വാതിൽക്കലേക്ക് വരുന്നുണ്ട്. ഓഫീസിൽ പോകാൻ റെഡിയായിട്ട് ഇങ്ങനെ വാതിൽക്കലേക്ക് വരുമ്പോൾ ഇതിങ്ങനെ കണ്ട് ശാലിനിയും സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ശാലിനിയാണെങ്കിൽ ഓഫീസിലേക്ക് എത്തുന്നുണ്ട്. അന്നേരം കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടത്തുന്നതിനിടയിൽ അനുപല്ലവിയാണെങ്കിൽ ഒരു ഫോട്ടോ ലാമിനേറ്റ് ചെയ്ത ഒരു ആൽബം എന്ന പോലെ ഒരു ഫോട്ടോ ഫ്രെയിം ഇങ്ങനെ ടേബിളിലേക്ക് വയ്ക്കുന്ന ഒരു ഫ്രെയിം കൊണ്ടുവന്ന് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അന്നേരം അത് ഓപ്പൺ ആക്കിയിട്ടില്ല ക്ലോസ് ചെയ്താണ് കൊടുക്കുന്നത്. അന്ന് ശാലിനി അത് വാങ്ങിയിട്ട് ഇങ്ങനെ ഓപ്പണായി നോക്കുമ്പോൾ രണ്ട് സൈഡിൽ രണ്ട് ഫോട്ടോ, ഒരു ഇതിൽ വിഷ്ണുവിൻ്റെയും ഒരു ഇതിൽ ശാലിനിയുടെയും ഫോട്ടോ ഇങ്ങനെ ലാമിനേറ്റ് ചെയ്ത് ടേബിളിലൊക്കെ വയ്ക്കുന്ന ഒരിത്. അങ്ങനെ ശാലിനി അതിങ്ങനെ നോക്കി ഇരിക്കുകയാണ്. ഇത്രയുമാണ് ഈ രണ്ട് സീനെ പ്രൊമോയിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിന് ശേഷമാണോ എന്തോ ശാലിനി ഇനി ഒരു കോളനിയിലേക്ക് പോകുന്നതും അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇനിയാണ്. പിറ്റേന്ന് ഇൻസ്പെക്ഷൻ ഉണ്ടാകും എന്നല്ല ഐഡിയയും പറഞ്ഞത്. അതുപോലെയാണ് ശാലിനി അനുപല്ലവിയോടും രാമേട്ടനും ഒക്കെ പോകുന്നതും അവിടെ പ്രശ്നം ഉണ്ടാകുന്നതും പിന്നീട് ശിവൻ രക്ഷിക്കുന്നതും ഒക്കെ. അതിനുശേഷമുള്ള സീനിലാണ് മധുരയിലേക്ക് എന്തോ ഒരു അന്വേഷണത്തിനുമായി റസാഖാണ് ശാലിനിയെ ഫോൺ ചെയ്ത് വയ്ക്കുന്നത്. എവിടെയോ ഒരു ബോഡി കത്തിച്ചിട്ട് കിടക്കുന്നതും ആരൊക്കെയോ കണ്ടതും ഒക്കെ. തുടർന്ന് അവിടേക്ക് ശാലിനിയും കൊണ്ട് റസാഖ് പോകുന്നുണ്ട്. അതൊക്കെ വെറുതെ വേറെ ആരുടെയെങ്കിലും ആയിരിക്കും, വിഷ്ണുവിൻ്റെ ഒന്നും ആയിരിക്കില്ല. വിഷ്ണുവിൻ്റെ ഒരു ശക്തമായ തിരിച്ചുവരവൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കഥയല്ലേ, കഥയിൽ ഇനി എപ്പോൾ ഇനി ഒരു ട്രാക്ക് മാറും എന്നുള്ളതാണ്. ഉടനെ കാണുമായിരിക്കും. ഓക്കെ, താങ്ക് യു.